ചെളിക്കുളം താണ്ടി ചികിത്സ തേടേണ്ട അവസ്ഥയിലാണ് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾ. ആശുപത്രി കോമ്പൗണ്ടിനകത്തെ റോഡ് പൂർണ്ണമായും തകർന്ന് യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ ചർച്ചകൾ ഊർജിതമാക്കിയെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി കഴിഞ്ഞാൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്ന സ്ഥലമാണ് ബീച്ച് ജനറൽ ആശുപത്രി. ആ ആശുപത്രിക്കുള്ളിലെ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് ഒട്ടും യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ളത്. ഇവിടെ ഒരു റോഡുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ റോഡിന്റെ ഒരു അടയാളം പോലും ഇവിടെയില്ല. നിറയെ കുഴികൾ മാത്രം. മഴ പെയ്തതോടെ ചെളിക്കുളമായി. ഒരു ആരോഗ്യ കേന്ദ്രത്തിനകത്തെ റോഡാണ് ഈ അവസ്ഥയിലുള്ളത്. അവിടെ നിങ്ങോട്ട് വരാൻ കഴിയുമോ? വയസ്സന്മാരല്ലേ വരുന്നതൊക്കെ. എനിക്ക് 90 വയസ്സ് കഴിഞ്ഞ് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ബസ് ഇറങ്ങിയിട്ടേ. OP ടിക്കറ്റ് എടുക്കാൻ ഒരു സാഹസിക യാത്ര തന്നെ നടത്തണം. വാഹനങ്ങൾ കടന്നു പോകുന്നതും ഏറെ പണിപ്പെട്ട്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എങ്ങനെ വണ്ടി ഓടിക്കുകയല്ലേ അല്ലേ? 10 നന്നാക്കിയിട്ട് 40 കൊല്ലമായി ഇത് അറിയിച്ചിട്ട് 20 ഉറുപ്പ്യ വാങ്ങുന്നുണ്ട് പാർക്കിംഗ് പ്ലേസിന്. 10 ഉറുപ്പ്യ ഇതിലേക്ക് വാങ്ങുന്നുണ്ട് ടിക്കറ്റിന്. എന്നിട്ട് ഇത്രയും കിട്ടുന്ന വരുമാനം കൊണ്ട് സുന്ദരമായിട്ടുണ്ടാക്കാം. ഇവിടെ എത്തുന്ന രോഗികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നതിനും ഇവിടെ നിർത്തിയിടുന്നതിനും ഈ ഫീസ് ഏർപ്പെടുത്തിയതിനെതിരെയും പ്രതിഷേധമുണ്ട്. റോഡ് നവീകരണത്തിനായി 1 കോടി രൂപ അനുവദിച്ചിരുന്നു. പക്ഷേ അത് വകമാറ്റി. ഇനി പുതിയ ഫണ്ട് കണ്ടെത്തണം. ഒരു ജില്ലയിൽ 2 ഹോസ്പിറ്റലിന് ഫണ്ട് വെക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് MLA പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഫണ്ടും കൂടി മെഡിക്കൽ കോളേജ്, അതായത് MLAക്ക് ലഭിച്ച ഏറെ കൂടി ബീച്ചിനും അതേപോലെ മെഡിക്കൽ കോളേജിനും ആയിട്ട് നീക്കി വെച്ചു എന്നാണ് പറഞ്ഞത്. പുതിയ ഫണ്ട് കണ്ടെത്തണം. ഇപ്പോൾ 7 വർഷത്തോളമായിട്ട് ഈ ഒരു പ്രശ്നമായിട്ട്, അതായത് ഓരോ വർഷം തോറും കുഴിയുടെ ആഴവും വീതിയും കൂടാന്നല്ലാണ്ട് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും റോഡില്ല. നിങ്ങളൊക്കെ കണ്ടതായിരിക്കും. പാച്ച് വർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പാച്ച് വർക്ക് ചെയ്യണമെങ്കിൽ റോഡ് നിലവിലില്ല. റോഡില്ലാത്ത സ്ഥലത്ത് പാച്ച് വർക്കും ചെയ്യാൻ കഴിയില്ല. എന്നാൽ റോഡ് നന്നാക്കാൻ ഫണ്ട് കണ്ടെത്താനുള്ള ചർച്ച നടക്കുകയാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതേസമയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാഷണൽ ജനതാദൾ പ്രവർത്തകരെത്തി. കുഴിയിൽ ഞാറു നടാൻ ഞാറുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. രോഗം തന്നെ ഒരു ദുരിതമാണ്. ആ ദുരിതത്തിന് ചികിത്സ തേടിയാണ് പാവപ്പെട്ട രോഗികൾ ഞാനിപ്പോഴുള്ള ബീച്ച് ജനറൽ ആശുപത്രിയിലെത്തുന്നത്. അവിടെയാണ് അവർക്ക് വീണ്ടും പ്രയാസം നേരിടേണ്ടി വരുന്നത്. ഈ പ്രയാസം അധികൃതർക്ക് മുന്നിലേക്ക് ഞങ്ങൾ വെക്കുന്നു. നടപടി വൈകിക്കൂടാ. അനൂപിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.